അപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഒരു 4 കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുളകെല്ലാം മൂത്ത് വരുന്നുണ്ട്. ഒരുപാട് കരിയണ്ട. അതിന് മുമ്പേ നമുക്കിതെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലോട്ട് ഒരു 20ഓളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് ഉടഞ്ഞു വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളകൊക്കെ ചേർത്തേക്കുന്നത് ഈ ഒരു അളവിനാണ്. എരിവ് കൂടുതലുള്ളവർക്ക് 2 മുളകും കൂടെ കൂടുതലെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്ത ഉടനെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയുടെ എല്ലാം നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ഞാൻ കട്ടി കൂടുതലാണ്. ആവശ്യത്തിനുള്ള കട്ടി വേണ്ട അനുസരിച്ച് നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശകലം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം ഇതിലേക്ക്.